നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറച്ചുകൊണ്ട് സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനും മഹാലക്ഷ്മി ദേവിയും കടന്നു വരുന്ന മറ്റൊരു മേടമാസ പുലരി കൂടി, മറ്റൊരു വിഷുപ്പുലരി കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുകയാണ്. നാളെ കഴിഞ്ഞ് തിങ്കളാഴ്ച വിഷു ആണ്. ഈ ഒരു വിഷു ദിവസം എൻ്റെ എല്ലാ പ്രേക്ഷകരും നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ നാരായണമൂർത്തി ക്ഷേത്രത്തിലോ പോകണം കേട്ടോ. പോയി ഭഗവാനെ കണ്ട് തൊഴുത് ഞാൻ ഈ പറയുന്ന പുഷ്പാഞ്ജലി ചെയ്ത് പ്രാർത്ഥിക്കണേ. നിങ്ങളുടെ ജീവിതത്തിലെ സകല ദോഷ ദുരിതങ്ങളും തീരും. നിങ്ങളുടെ ജീവിതം ഈ ഒരു ഒറ്റ വർഷം കൊണ്ട് എല്ലാ ഐശ്വര്യവും നേടി രക്ഷപ്പെടുന്നതായിരിക്കും. ആ പുഷ്പാഞ്ജലി വഴിപാടിനെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം ഞാൻ ആർക്കൊക്കെ ഇത് പറഞ്ഞു കൊടുത്തോ, ആരൊക്കെ ഇത് പോയി കൃത്യമായി ചെയ്തോ, അവരുടെ ഒക്കെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ കണ്ട ഒരു വർഷമാണ്. ആ ഒരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത് വീണ്ടും ഈ വർഷം ഞാൻ പറയുന്നത്. അപ്പം എല്ലാവരും നിങ്ങളുടെ വീട്ടിനടുത്തുള്ള നാരായണമൂർത്തി ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് തീർച്ചയായിട്ടും ഈ പുഷ്പാഞ്ജലി ചെയ്യണം. അതിൻ്റെ മാറ്റം നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും കിട്ടുന്നതായിരിക്കും. അപ്പം ദീർഘിപ്പിക്കുന്നില്ല, കാര്യത്തിലേക്ക് കടക്കാം. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, രാവിലെ കണിയൊക്കെ കണ്ട് ഐശ്വര്യമായിട്ട് രാവിലെ അമ്പലത്തിൽ പോവുക എന്നുള്ളതാണ്. വീട്ടിനടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, ശ്രീരാമസ്വാമി ക്ഷേത്രം, നരസിംഹമൂർത്തി ക്ഷേത്രം, ലക്ഷ്മി നാരായണ ക്ഷേത്രം, മഹാവിഷ്ണു ക്ഷേത്രം എന്നിങ്ങനെ വൈഷ്ണവ ഭാവത്തിലുള്ള ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ, അത് ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ പോയി ഭഗവാനെ നേരിൽ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന 3 വസ്തുക്കളിൽ ഏതെങ്കിലും ഒരു വസ്തു നിങ്ങളുടെ കയ്യിൽ വെച്ചുകൊണ്ട് വേണം പോകാനായിട്ട്. ഒന്നാമത്തെ എന്ന് പറയുന്നത് ഒരു നാണയം തലയ്ക്കൊഴിഞ്ഞ് നിങ്ങളുടെ പൂജാമുറിയിലോ വിളക്ക് വെക്കുന്നിടത്തോ നിന്നിട്ട് ഒരു നാണയം നിങ്ങളുടെ തലയ്ക്കൊഴിഞ്ഞ് 3 പ്രാവശ്യം ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ എന്ന് ചൊല്ലിക്കൊണ്ട് തലയ്ക്കൊഴിഞ്ഞ് 1 രൂപയോ അല്ലെങ്കിൽ 5 രൂപയുടെയോ ഒരു നാണയവുമായിട്ട് വേണം പോകാനെന്ന് പറയുന്നത്. നമ്മളെല്ലാവർക്കും കൈനീട്ടം കൊടുക്കത്തില്ലേ? രാവിലെ തന്നെ പോയി ഭഗവാൻ അത് കാണിക്കയായിട്ട് കൈനീട്ടമായിട്ട് സമർപ്പിച്ചുകൊണ്ട് വേണം നിങ്ങളുടെ ക്ഷേത്ര ദർശനം ആരംഭിക്കാൻ എന്ന് പറയുന്നത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പറ്റുന്നവർ ഒരു താമരമൊട്ട് അല്ലെങ്കിൽ ഒരു താമരപ്പൂവ് ഭഗവാൻ അവിടുന്ന് എവിടുന്നെങ്കിലും ക്ഷേത്ര സ്റ്റാളിൽ മറ്റോ വാങ്ങി ഭഗവാന്റെ പാദത്തിങ്കൽ വെക്കാനായിട്ട്, ഭഗവാന് ചാർത്താനായിട്ട് സമർപ്പിക്കുക. ഏറ്റവും ഐശ്വര്യമാണ് ഒരു താമരപ്പൂവ് അല്ലെങ്കിൽ താമരമൊട്ട്. മൂന്നാമത്തേത് എന്ന് പറയുന്നത്, നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കുന്ന ഏതെങ്കിലും ഒരു ഫലവർഗം, ഒരു പടലപ്പഴമോ അല്ലെങ്കിൽ മാങ്ങയോ ചക്കയോ അങ്ങനെ എന്തെങ്കിലും ഒരു പഴവർഗം, അത് ഭഗവാന് കൊണ്ടുപോയി നാളത്തെ ദിവസം സമർപ്പിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലുണ്ടായായിരിക്കണം, കടയിൽ നിന്ന് വാങ്ങിയതോ അല്ലെ വാങ്ങിക്കൊണ്ടുവരുന്നതോ ആവരുത്. നിങ്ങളുടെ മണ്ണിൽ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ നട്ടു നനച്ച് വളർത്തിയ നിങ്ങളുടെ മണ്ണിലുണ്ടായ ഏതെങ്കിലും ഒരു ഫലവർഗം അത് കൊണ്ടുപോകാൻ പറ്റുന്നത്. ഒന്നും പറ്റിയില്ലെങ്കിൽ നല്ല ഒരു കരിക്കായാലും മതി, കൊണ്ടുപോയി നാളത്തെ ദിവസം ക്ഷേത്രത്തിൽ വിഷുക്കണിയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടാവും, അവിടുത്തെ തിരുമേനിയുടെ കൈ കൊണ്ടുപോയി കൊടുത്താൽ മതി. ഭഗവാന്റെ നടക്കിൽ വെക്കും, അല്ലെ കണിയുടെ കൂട്ടത്തിൽ അവിടെ വെക്കുന്നതായിരിക്കും. ഏറ്റവും ഐശ്വര്യമാണെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ 3 കാര്യം പറഞ്ഞല്ലോ. ഒന്ന്, ഭഗവാന് കൈനീട്ടം, അത് 5 രൂപയോ 1 രൂപയോ കൊണ്ടുപോവുക. 2, താമരമുട്ട അല്ലെങ്കിൽ താമരപ്പൂവ് ഭഗവാന്റെ പാദത്തിങ്കൽ സമർപ്പിക്കാനായിട്ട് വാങ്ങി തിരുമേനിയുടെ കൈ കൊടുക്കുക. അതുമല്ല എന്നുണ്ടെങ്കിൽ വീട്ടിലുണ്ടായിരിക്കുന്ന ഏതെങ്കിലും ഒരു ഫലവർഗം. ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾ നാളത്തെ ദിവസം, അതായത് വിഷു ദിവസം ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പം വിഷുവിന് അമ്പലത്തിൽ പോകുന്നവർ എല്ലാവരും ഈ 3 കാര്യങ്ങളിൽ ഒന്നെങ്കിലും അന്നത്തെ ദിവസം ചെയ്യുക. അതിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അതുപോലെ തന്നെ രാവിലെ അമ്പലത്തിൽ തൊഴാൻ പോകുന്നവർ കഴിയുന്നതും വെറും വയറ്റിൽ പോകാനായിട്ട് ശ്രമിക്കുക. എന്താണ് വെറും വയറ്റിൽ അമ്പലത്തിൽ പോകുക എന്ന് പറഞ്ഞാൽ, രാവിലെ എഴുന്നേറ്റ് വിളക്കൊക്കെ കത്തിച്ച് ഭഗവാനെ തൊഴുത് പ്രാർത്ഥിച്ചിട്ട് വേറെ ഒന്നും കഴിക്കാനോ എടുക്കാനോ ഒന്നും നിൽക്കാതെ നേരെ അമ്പലത്തിൽ പോയി ഭഗവാനെ കണ്ടു തൊഴുത് അവിടുത്തെ തിരുമേനി നൽകുന്ന ആ തീർത്ഥം സ്വീകരിച്ചുകൊണ്ട്, ആ തീർത്ഥം സേവിച്ചുകൊണ്ട് ദിവസം ആരംഭിക്കുന്നത് ഏറ്റവും
ഏറ്റവും ഐശ്വര്യമാണ്. എന്നാൽ ഇത് എല്ലാവർക്കും പറ്റത്തില്ല കേട്ടോ. ആരോഗ്യസ്ഥിതിയൊക്കെ നോക്കി വേണം ഇത് ചെയ്യാനായിട്ട്. മരുന്നുകൾ കഴിക്കുന്നവർ, അസുഖങ്ങളുള്ളവർ, ട്രീറ്റ്മെൻറ്റിലിരിക്കുന്നവർ, അങ്ങനെയുള്ളവരൊന്നും ഇതിന് മുതിരരുത്. അല്ലാതെ പൂർണ്ണ ആരോഗ്യസ്ഥിതിയിലുള്ള എല്ലാവരും ഇത്തരത്തിൽ ചെയ്യാവുന്നതാണ്. രാവിലെ പോയി ഭഗവാനെ കണ്ടു തൊഴുത് ആ തീർത്ഥം സേവിച്ചുകൊണ്ട് ദിവസം ആരംഭിക്കുക. അതിൽ പരമൊരു പുണ്യം, അതിൽ പരമൊരു ഐശ്വര്യം വേറെ വരാനില്ല എന്നുള്ളതാണ്. വീണ്ടും എടുത്തു പറയുന്നു, അസുഖങ്ങളുള്ളവരും മരുന്ന് കഴിക്കുന്നവരും ഒന്നും ഇതിന് മുതിരരുത്. ചിലപ്പം വയ്യായ്മയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം ഈ ഒരു കാര്യവും കൂടെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും ഐശ്വര്യമാണ്. അതുപോലെ തന്നെ അമ്പലത്തിൽ തൊഴാൻ പോകുന്ന എല്ലാവരും ഞാൻ ഈ പറയുന്ന പുഷ്പാഞ്ജലി മറക്കാതെ നടത്തണം കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഐശ്വര്യം കൊണ്ടുവരാൻ പോകുന്ന ഒരു പുഷ്പാഞ്ജലിയാണ്, ഏറ്റവും ശക്തിയുള്ള പുഷ്പാഞ്ജലിയാണ് ഈ ഒരു വിഷു ദിവസം ഈ പുഷ്പാഞ്ജലി എന്ന് പറയുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീടിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഗൃഹനാഥൻ്റെ പേരിൽ പുരുഷ സൂക്ത പുഷ്പാഞ്ജലിയും പാൽപ്പായസവും നടത്തുക. അതോടൊപ്പം വീട്ടിലെ മറ്റ് അംഗങ്ങളുടെ പേരിൽ സുദർശന മന്ത്രാർച്ചന അഥവാ സുദർശന പുഷ്പാഞ്ജലി എന്നൊരു പുഷ്പാഞ്ജലിയുണ്ട്, അതും കൂടി നടത്തുക. ഇത് മൂന്നും ഒന്നിച്ച് നടത്തണം കേട്ടോ. അതായത് ഗൃഹനാഥൻ്റെ പേരിൽ പുരുഷ സൂക്ത പുഷ്പാഞ്ജലിയും പാൽപ്പായസവും നടത്തുക. അതുപോലെ വീട്ടിലെ മറ്റ് അംഗങ്ങളുടെ പേരിൽ സുദർശന മന്ത്രാർച്ചന നടത്തുക. ഇനി ഗൃഹനാഥനില്ല, ഗൃഹനാഥയാണ് വീട് നടത്തുന്നത്. ചില വീടുകളിലൊക്കെ ഗൃഹനാഥമാരായിരിക്കുമല്ലോ, ചിലപ്പം പുരുഷന്മാർ മരിച്ചു പോയിട്ടുണ്ടാവും, ഉണ്ടാവില്ല. അപ്പം ഗൃഹനാഥമാരാണ് വീട് നിയന്ത്രിക്കുന്ന, വീട് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഗൃഹനാഥയുടെ പേരിൽ പുരുഷ സൂക്തത്തിന് പകരം നിങ്ങൾ ഭാഗ്യസൂക്ത അർച്ചനയും പാൽപ്പായസവും നടത്തുക. അത് മൊത്ത വീടിന് ഫലം ചെയ്യുമെന്നാണ് പറയുന്നത്. ഗൃഹനാഥനുണ്ടെങ്കിൽ ഗൃഹനാഥൻ്റെ പേരിൽ പുരുഷ സൂക്ത പുഷ്പാഞ്ജലിയും പാൽപ്പായസവും മറ്റംഗങ്ങളുടെ എല്ലാം പേരിൽ സുദർശന മന്ത്രാർച്ചനയും നടത്തുക, സുദർശന പുഷ്പാഞ്ജലിയും നടത്തുക. അല്ലെങ്കിൽ ഗൃഹനാഥയാണ് എന്നുണ്ടെങ്കിൽ ഭാഗ്യസൂക്തവും പാൽപ്പായസവും മറ്റംഗങ്ങളുടെ എല്ലാം പേരിൽ സുദർശന മന്ത്രാർച്ചനയും നടത്തുക. ഏറ്റവും ഐശ്വര്യമാണെന്നാണ് പറയുന്നത്. അതിൽ പരമൊരു ഐശ്വര്യം, ചൈതന്യം വേറെ ഇല്ല. അങ്ങനെ കിട്ടുന്ന പുഷ്പാഞ്ജലി പ്രസാദം ആ വിഷു ദിവസം രാവിലെ നിങ്ങൾ അമ്പലത്തിൽ പോയി നിങ്ങൾ അതുമായിട്ട് വന്ന് നിങ്ങളുടെ വീട്ടിൽ കയറി നിങ്ങളുടെ പൂജാമുറിയിലോ അല്ലെ വിളക്ക് വെക്കുന്നിടത്തോ കൊണ്ടുവന്ന് വെക്കുക. അതിൽ പരമൊരു ഐശ്വര്യ ചൈതന്യം നിങ്ങൾക്ക് വേറെ വരാനില്ല എന്ന് തന്നെ നിസ്സംശയം പറയാൻ സാധിക്കും. അങ്ങനെ കൊണ്ടുവന്ന ആ പ്രസാദം വീട്ടിൽ പൂജാമുറിയിലോ വിളക്ക് കത്തിക്കുന്നിടത്തോ കൊണ്ടുവന്ന് വെക്കുക. ആ ചൈതന്യം, ഭഗവാന്റെ ആ ചൈതന്യം പേറുന്ന പ്രസാദം ആ വീടിന് മുഴുവൻ ഐശ്വര്യം കൊണ്ടുവരുന്നതാണ്. ഇനി പാൽപ്പായസം എല്ലാ അമ്പലത്തിലും ചിലപ്പം വിഷുവിന് കിട്ടണമെന്നില്ല കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, ഭയങ്കര ഡിമാൻഡായിരിക്കും. എല്ലാവരും നേരത്തെ തന്നെ രസീതാക്കി പാൽപ്പായസം കിട്ടാത്തൊരവസ്ഥ വരും. അങ്ങനെ പാൽപ്പായസം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇടിച്ചു പിഴിഞ്ഞ പായസം എന്ന് പറഞ്ഞിട്ട് വഴിപാടുണ്ട്. ഇടിച്ചു പിഴിഞ്ഞ പായസം എന്ന് പറയും. ഒന്നുകിൽ ഇടിച്ചു പിഴിഞ്ഞ പായസത്തിനോ അല്ലെങ്കിൽ ത്രിമധുരത്തിനോ രസീതാക്കുക. അപ്പം ഇന്നേ അമ്പലത്തിൽ രസീതാക്കുന്നതായിരിക്കും ഈ പായസത്തിൻ്റെ കാര്യം നല്ലത്. കാരണം ഇവിടൊക്കെ മൊത്തം പായസവും ബുക്ക് ചെയ്തിരിക്കുകയാണ്. ഒരു തുള്ളി പോലും പായസം കിട്ടാനില്ലാത്തൊരവസ്ഥയാണ്. അപ്പം അത്തരത്തിൽ പാൽപ്പായസം ബുക്ക് ചെയ്ത് പോവും വിഷു ദിവസം. അതുകൊണ്ട് നേരത്തെ ബുക്ക് ചെയ്യുക. ഇനി പാൽപ്പായസം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇടിച്ചു പിഴിഞ്ഞ പായസത്തിന് രസീതാക്കുക, അല്ലെങ്കിൽ ത്രിമധുരത്തിന് രസീതാക്കുക. അപ്പോൾ വഴിപാടുകൾ മറക്കണ്ട. ഗൃഹനാഥൻ്റെ പേരിൽ പുരുഷ സൂക്തവും പാൽപ്പായസവും അതുപോലെ വീട്ടിലെ അംഗങ്ങളുടെ പേരിൽ സുദർശന മന്ത്രാർച്ചനയും നടത്തുക എന്നുള്ളതാണ് വഴിപാട്. അപ്പം എല്ലാവരും ഇത് ചെയ്യുക. അതിൻ്റെ ഗുണം എല്ലാവർക്കും കിട്ടും. അതുപോലെ പഠിക്കുന്ന മക്കളൊക്കെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മളുടെ ഒക്കെ വീട്ടിൽ നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് പഠിക്കുന്ന മക്കൾ എന്ന് പറയുന്നത്. മക്കൾ പഠിച്ച് നന്നായി വരണം, അവർക്ക് ജീവിതത്തിൽ വിജയമുണ്ടാകണം, വിദ്യ കൊണ്ട് അവർക്ക് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കണം. ഇതൊക്കെ നമ്മുടെ സ്വപ്നമാണ്. അപ്പോൾ പഠിക്കുന്ന മക്കളുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന വഴിപാട് ഈ ഒരു വിഷു ദിവസം എല്ലാവരും കുഞ്ഞുങ്ങളുടെ പേര് ചെയ്യണം കേട്ടോ. കുഞ്ഞുങ്ങളുടെ പേര് സുദർശന മന്ത്രാർച്ചന ചെയ്തില്ലെങ്കിലും ഈ വഴിപാട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പഠിക്കുന്ന മക്കളുടെ പേരിൽ വഴിപാടെന്ന് പറയുന്നത് വിദ്യാരാജഗോപാല മന്ത്രാർച്ചന. പല പേരിൽ പറയും. രാജഗോപാല മന്ത്രാർച്ചന, വിദ്യാഗോപാല മന്ത്രാർച്ചന, വിദ്യാരാജഗോപാല മന്ത്രാർച്ചന, ഇങ്ങനെ പല പേരുകളിൽ പറയുന്നതാണ്. അപ്പം നിങ്ങൾ ആ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പോയി കുട്ടികളുടെ പേരും നാളും പറഞ്ഞു കൊടുത്ത് വിദ്യാരാജഗോപാല മന്ത്രാർച്ചന അഥവാ വിദ്യാരാജഗോപാല പുഷ്പാഞ്ജലിക്ക് രസീതാക്കുക. ഏറ്റവും ഐശ്വര്യമായിരിക്കും. പഠിക്കുന്ന മക്കൾക്ക് ഈ വിഷു ദിവസം ഇതിനേക്കാൾ നല്ലൊരു വഴിപാട് ചെയ്യാനില്ല എന്നുള്ളതാണ്. അതുപോലെ
എന്തെങ്കിലും ഒരു ആഗ്രഹം നടക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചിരിക്കുന്നവര്, മനസ്സിൽ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കടമ്പ കടക്കേണ്ട വർഷമാണ് ഇനി വരുന്ന ഒരു വർഷം എന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ നടന്നു കിട്ടണേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് നടന്നു കിട്ടാനായിട്ട് ഞാനൊരു വഴിപാട് പറഞ്ഞു തരാം. ഈ വിഷു ദിവസം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഈ വഴിപാട് ചെയ്യുക. അത് കൃഷ്ണന്റെ അമ്പലത്തിൽ തന്നെ ചെയ്യണം കേട്ടോ. മനസ്സിലൊരു കാര്യം നേർന്നുകൊണ്ട് നിങ്ങൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഭഗവാന് ഒരു മഞ്ഞപ്പട്ടും ഓടക്കുഴലും സമർപ്പിക്കുക. ഈ വിഷു ദിവസം കൃഷ്ണ ഭഗവാന്റെ, ശ്രീകൃഷ്ണസ്വാമിയുടെ നടക്കൽ മഞ്ഞപ്പട്ടും ഓടക്കുഴലും സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏത് കാര്യമാണ് ഭഗവാനോട് പറയാനുള്ളത് അതാ നടക്കൽ നിന്ന് പ്രാർത്ഥിച്ച് പറയുക. നിങ്ങൾ പ്രാർത്ഥിച്ച കാര്യം അച്ചിട്ടായ കാര്യമാണ്, നടന്നിരിക്കും, യാതൊരു സംശയവും വേണ്ട. മനസ്സിൽ എന്തെങ്കിലും സ്വപ്നം കൊണ്ട് നടക്കുന്നവര്, ദൈവമേ ഇതൊന്ന് നടന്നു കിട്ടിയിരുന്നെങ്കിൽ ജീവിതം രക്ഷപ്പെട്ടേനെ എന്ന് കരുതുന്നവര്, ഈ ഒരൊറ്റ കാര്യം, വേറെ ഒരു വഴിപാടും ചെയ്യേണ്ട, മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഭഗവാൻ ഒരു മഞ്ഞപ്പട്ടും ഒരു ഓടക്കുഴലും വാങ്ങിക്കൊണ്ടുപോയി ഭഗവാന്റെ തിരുനടയ്ക്കൽ സമർപ്പിക്കുക. പൂജാസ്റ്റാളി വാങ്ങിക്കാൻ കിട്ടും. ഇത് കൊണ്ടുപോയി ഭഗവാന്റെ നടയ്ക്കൽ വെച്ച് നിങ്ങളുടെ കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കുക. തിരുമേനി എടുത്ത് പ്രത്യേകം ഒന്ന് ജപിച്ച് പ്രാർത്ഥിച്ച് വേണമെങ്കിൽ ഒരു അർച്ചന കൂടി നടത്തിക്കൊള്ളൂ. ഏറ്റവും ഐശ്വര്യമായിരിക്കും. ഇതിൽ പരം ഒരു സൗഭാഗ്യം നിങ്ങൾക്ക് വീണ് കിട്ടാനില്ല. അപ്പോൾ ആഗ്രഹിക്കുന്നവർ, എന്തെങ്കിലും മനസ്സിലുള്ളവർ ഈ വഴിപാട് ചെയ്യുക. അതിൻ്റെ ഗുണം അച്ചിട്ടാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് അമ്പലത്തിൽ പോകുന്നവർ ചെയ്യേണ്ടത്. ഞാൻ ഈ പറഞ്ഞത് വിട്ടുപോകണ്ട, തീർച്ചയായിട്ടും ചെയ്യൂ. നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും നല്ലതേ വരുള്ളൂ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. നന്ദി, നമസ്കാരം.